ലിഡിയ ജേക്കബ് തുടരുന്നുണ്ട്. ലിഡിയ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം നേരത്തെ വന്നിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം നാളെ എന്നും പറഞ്ഞു. ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ദിവ്യ, അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. പോലീസ് ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, മോർച്ചറിയിലേക്ക് വന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അധികം വൈകാതെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം അറിയിച്ചിരിക്കുന്നത്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാകുക. നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളും നാളെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടെ വീട്ടിൽ, ചോറ്റാനിക്കരയിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിരിക്കുന്നത്. ഈ അമ്മയുടെ ഭാഗത്തുനിന്ന്, അതായത് അല്പസമയത്തിന് മുൻപ് ഈ വാർഡ് മെമ്പർ അടക്കം പ്രതികരിച്ചത് ആ ഒരു തരത്തിൽ തന്നെയാണ്. അതായത് അമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മയും നാട്ടുകാരും പോലീസിൽ മുൻപ് പരാതി നൽകിയിരുന്നു. അമ്മയ്ക്ക് ഭീഷണികളുണ്ടായിരുന്നു. പ്രതിയുടെ ഭാഗത്തു നിന്നും അമ്മയെ കൊല്ലുമെന്ന തരത്തിലുള്ള ഭീഷണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ കുട്ടിയിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക്, വേറൊരു ക്വാർട്ടേഴ്സിലേക്ക് മാറി താമസിച്ചത്. വലിയ തോതിലുള്ള ആക്രമണം കുട്ടിയുടെ നേർക്ക് പ്രതി നിരന്തരം അഴിച്ചുവിടുകയുണ്ടായിരുന്നു. അതിൽ അമ്മ നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം നാട്ടുകാരും ഇയാൾക്കെതിരെ, ഈ പ്രതിക്കെതിരെ നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു. പ്രതി ഒരു പൊതുശല്യമായി മാറിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാർക്ക് വലിയ വീടുകളിലുമൊക്കെ റോഡിലുമൊക്കെ വലിയ രീതിയിലുള്ള ശല്യവും കാര്യങ്ങളും പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നാട്ടുകാരും പരാതി നൽകിയിരുന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ളൊരു നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അത്തരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം 5 ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങോട്ടേക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരം തന്നെയായിരുന്നു. ഡോക്ടർമാർ കഴിയാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, കൊടുക്കാവുന്ന വൈദ്യസഹായം എല്ലാം തന്നെ ചെയ്തെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു കേസിൽ പെൺകുട്ടിയുടെ മൊഴിയൊക്കെ വളരെ നിർണായകമായിരുന്നു. അത്തരത്തിൽ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇത്തരത്തിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു മൊഴി നൽകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള പ്രതികരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരത്തിൽ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ചോറ്റാനിക്കരയിൽ സുഹൃത്തിൽ നിന്ന് ക്രൂരമർദ്ദനവും പീഡനവും ഏൽക്കേണ്ടി വന്ന പോക്സോ അതിജീവിത മരിച്ചിരിക്കുകയാണ്. മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 6 ദിവസമായി വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മരണം സംഭവിക്കുകയാണ് ചെയ്തത്.